ഹായ് ഓൾ, വെൽക്കം ടു ദിലു മെഹ്നാസ് ടി സീരീസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫിഷ് പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വാ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഞാൻ മീനിനെ ചെറുതാക്കി കട്ട് ചെയ്യാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അങ്ങനെ ഇതാ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടാം. അതിനായി ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മീനിനെ അതിലേക്കിട്ട് കൊടുത്ത് മസാല പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം, മസാല മീനിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി ആദ്യം ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിക്കണം. നമുക്ക് കുറച്ചായിട്ട് മീനിനെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് പൊരിച്ചെടുക്കാം. മീൻ നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കുക. നന്നായി ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ദാ ഫിഷ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിൾ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 15 വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെയെല്ലാം നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതെല്ലാം ഞാൻ അരിഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ഓയിലില്ല, അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാനത് വേറെ ആവശ്യത്തിന് എടുത്തു പോയി, അതുകൊണ്ടാണ് ഞാൻ വേറെ ഓയിലെടുത്തത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് മൂപ്പായതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി പച്ചമുളകിനെയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പായി വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം എല്ലാം കൂടെ. അങ്ങനെ ഇതാ എല്ലാം കൂടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ പിക്കിൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചധികം ഓയിൽ തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് വിനെഗർ ചേർക്കാം. 500 ml വിനെഗർ ഫുള്ളായിട്ട് ചേർക്കാം. ഫിഷ് പിക്കിളിലെ ഫിഷ് എനിക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിത് വിനെഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. മീനിൽ മസാലയൊക്കെ പിടിച്ച് വരട്ടെ. മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് ചേർക്കാം.
ഞാനിവിടെ ഉലുവയും കടുകും ഒരേ അളവിലെടുത്തിട്ട് കുറച്ചധികം തന്നെ വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2 മാസത്തോളമൊക്കെ ഞാൻ പുറത്ത് വെക്കാറുണ്ട്. ദിവസം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.